ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തീം ആൻ ഇംപീരിയൽ ക്യാപിറ്റൽ വിജയനഗര. വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം. ഇൻട്രൊഡക്ഷൻ. Vijayanagara or city of victory was the names of both a city and an empire. The empire was founded in the 14th century by Harihara and Bukka. This is also known as Hampi. Name derived from a local mother goddess, Pamba Devi. Historians described the Vijayanagara Empire as Karnataka Samrajyam. വിജയനഗരം അഥവാ വിജയത്തിൻ്റെ നഗരം എന്ന പേര് ഒരു നഗരത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും പേരാണ്. 14-ാം നൂറ്റാണ്ടിൽ ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ്. വിജയനഗരം ഹംപി എന്നും അറിയപ്പെടുന്നു. മാതൃദേവതയായ പമ്പാദേവിയിൽ നിന്നാണ് ഹംപി എന്ന വാക്കുണ്ടായത്. ചരിത്രകാരന്മാർ വിജയനഗര സാമ്രാജ്യത്തെ കർണാടക സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സോഴ്സസ്: ട്രാവലേഴ്സ് അക്കൗണ്ട്സ്, ആർക്കിയോളജിക്കൽ സോഴ്സസ്, മെമ്മറീസ് ഓഫ് ദി ലോക്കൽ പീപ്പിൾ. സ്രോതസ്സുകൾ: വിദേശീയരുടെ യാത്രാ വിവരണങ്ങൾ, പുരാവസ്തു തെളിവുകൾ, പ്രാദേശിക ജനങ്ങളുടെ വാമൊഴികൾ. Hampi was brought to light in 1800 by Colin Mackenzie. He was an engineer, surveyor, and cartographer. In 1815, he appointed as first Surveyor General of India. He prepared the first survey map of the site. തകർന്ന ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവന്നത് 1800-ൽ കേണൽ കോളിൻ മെക്കൻസിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. എഞ്ചിനീയറും പുരാവസ്തു സമ്പാദകനുമായിരുന്നു. 1815-ൽ അദ്ദേഹത്തെ പ്രഥമ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിച്ചു. വിജയനഗരത്തിൻ്റെ സർവേ മാപ്പ് ആദ്യമായി തയ്യാറാക്കിയത് അദ്ദേഹമാണ്. The history of Vijayanagara associated with the history of 4 dynasties: Sangama, Salova, Tuluva, and Aravidu. The famous ruler Krishna Devaraya belonged to Tuluva dynasty. He captured Raichur Doab, land between Tungabhadra and Krishna rivers. This empire collapsed in the battle of Rakshasi Tankadi in 1565, also known as Battle of Talikota. Combined armies of Bijapur, Ahmednagar, and Golconda captured Vijayanagara and destroyed. വിജയനഗരത്തിൻ്റെ ചരിത്രം 4 രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു: സംഗമ, സളോവ, തുളുവ, അരവിഡു. വിജയനഗരത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് തുളു വംശത്തിലെ കൃഷ്ണദേവരായർ ആണ്. കൃഷ്ണദേവരായർ കൃഷ്ണ തുംഗഭദ്ര നദിക്കിടയിലുള്ള റെയ്ച്ചൂർ തടം പിടിച്ചെടുത്തു. 1565-ൽ തളിക്കോട്ടയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ബിജാപ്പൂർ, അഹമ്മദ്നഗർ, ഗോൽക്കണ്ട രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം വിജയനഗരത്തെ തോൽപ്പിച്ചു. ഈ യുദ്ധത്തെ ബാനിഹട്ടി യുദ്ധം, രാക്ഷസി തങ്കടി യുദ്ധം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഫോക്കസ് ഏരിയ 1: വിജയനഗര, ദ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്. വിജയനഗര ഹാഡ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ഫിസിക്കൽ ലേഔട്ട് ആൻഡ് ബിൽഡിംഗ് സ്റ്റൈൽ. വിജയനഗരത്തിന് പ്രത്യേക ഭൗതിക രൂപരേഖയും നിർമ്മാണ ശൈലിയും ഉണ്ടായിരുന്നു. വാട്ടർ റിസോഴ്സസ്, ജലസമ്പത്ത്. The city of Vijayanagara, situated on the natural basin of river Tungabhadra, is flows in the northeast direction. Elaborate arrangements had to be made to store water.
The most important tank was Kamalapuram tank. Water from this tank used for irrigation purpose and also conducted through a channel to the royal center. One of the most prominent canal works was Hiria Canal. This canal drew water from a dam across the Tungabhadra and irrigated the cultivated valley that separated the sacred center from the urban core. വിജയനഗരം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദീതടത്തിലാണ്. നദി ഒഴുകുന്നത് വിജയനഗരത്തിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ്. ജലം സംഭരിക്കാനുള്ള വിപുലമായ പദ്ധതി ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ജലസംഭരണിയായിരുന്നു കമലാപുരം ടാങ്ക്. ഇവിടെ നിന്നുള്ള ജലം സമീപ പ്രദേശത്തെ വയലുകളിൽ ജലസേചനത്തിന് ഉപയോഗിച്ചു. കൂടാതെ രാജകീയ കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്ന് ജലമെത്തിച്ചു. വിജയനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കനാൽ ആയിരുന്നു ഹിരിയ കനാൽ. തുംഗഭദ്ര നദിക്ക് കുറുകെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. വിശുദ്ധ കേന്ദ്രത്തെയും നഗര കേന്ദ്രത്തെയും വേർതിരിച്ചുകൊണ്ട് താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലം എത്തിച്ചു. ഫോർട്ടിഫിക്കേഷൻ. കോട്ട. അബ്ദുൾ റസാഖ്, an ambassador sent by the ruler of Persia to Calicut in the 14th century, was greatly impressed by the fortification. He mentioned 7 lines of forts. These encircled not only the city but also its agricultural hinterland and forest. No mortar or cementing agent was employed anywhere in the construction. The stone blocks were wedge-shaped, which held them in place. പതിനാലാം നൂറ്റാണ്ടിൽ വിജയനഗരം സന്ദർശിച്ച വിദേശിയാണ് അബ്ദുൾ റസാഖ്. അദ്ദേഹത്തെ പേർഷ്യൻ രാജാവ് കോഴിക്കോട്ടെ അംബാസഡറായി അയച്ചതാണ്. അദ്ദേഹത്തിന് വിജയനഗരത്തെ കോട്ട നിർമ്മാണത്തിൽ വലിയ മതിപ്പ് തോന്നി. 7 നിരയുള്ള കോട്ടയെക്കുറിച്ച് അബ്ദുൾ റസാഖ് പറയുന്നുണ്ട്. ഈ കോട്ടകൾ നഗരത്തെ മാത്രമല്ല കാർഷിക ഭൂമിയെയും വനത്തെയും വലയം ചെയ്തിരുന്നു. കോട്ടയുടെ നിർമ്മാണത്തിന് ചാന്തോ സിമന്റോ ഉപയോഗിച്ചിരുന്നില്ല. ആപ്പ് ആകൃതിയിലുള്ള വലിയ ശിലാപാളികൾ കൊണ്ടാണ് കോട്ട നിർമ്മിച്ചത്. Abdul Razak noted that between the first and second and third walls there are cultivated fields, gardens and houses. Present-day archaeological excavations reveals evidence of agricultural tract between the sacred center and the urban core. The third line of fortification protected the royal center. അബ്ദുൾ റസാഖ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കോട്ടക്കുള്ളിലായി ആയിരുന്നു കൃഷിയിടങ്ങളും ഉദ്യാനങ്ങളും വീടുകളും ഉണ്ടായിരുന്നത്. ആധുനിക പുരാവസ്തു പഠനങ്ങൾ തെളിയിക്കുന്നത് വിശുദ്ധ കേന്ദ്രത്തിനും നഗര കേന്ദ്രത്തിനും ഇടയിൽ കൃഷിഭൂമി ഉണ്ടായിരുന്നു എന്നാണ്. രാജകീയ കേന്ദ്രത്തെ സംരക്ഷിക്കാനായി 3ാം നിര കോട്ടയും ഉണ്ടായിരുന്നു. There was an arch on the gateway and dome over the gate. The style of architecture was a combination of Islamic architecture and local building practices. Therefore, art historians refer to this style as Indo-Islamic. കോട്ടകളുടെ പ്രവേശന കവാടത്തിൽ ഒരു കമാനവും അതിനു മുകളിലായി ഒരു താഴികക്കുടവും നിർമ്മിച്ചിരുന്നു. ഇസ്ലാമിക വാസ്തുവിദ്യയും പ്രാദേശിക വാസ്തുവിദ്യയും കൂടിച്ചേർന്നതായിരുന്നു ഈ വാസ്തുവിദ്യ. ഈ ശൈലിയെ ഇൻഡോ ഇസ്ലാമിക് എന്ന് വിളിക്കുന്നു. Archaeologists have studied roads within the city and those leading out of it.
Roads were generally constructed through the valleys. Bazaars were located on the sides of these roads. പുരാവസ്തു ശാസ്ത്രജ്ഞർ നഗരത്തിലെയും നഗരത്തിന് പുറത്തേക്കുള്ള റോഡുകളെയും പഠനം നടത്തിയിരുന്നു. റോഡുകൾ താഴ്വരയിൽ കൂടിയാണ് നിർമ്മിച്ചിരുന്നത്. ഈ റോഡുകളുടെ ഇരുവശത്തായിരുന്നു ബസാറുകൾ. The urban core, നഗര കേന്ദ്രം. These areas may have been occupied by rich traders. The urban core also the residential quarters of the Muslims. Tombs and mosques located here. Numerous shrines and small temples situated in the urban core. നഗര കേന്ദ്രത്തിൽ താമസിച്ചിരുന്നത് സമ്പന്നരായ കച്ചവടക്കാരായിരിക്കാം. നഗരകേന്ദ്രത്തിൽ മുസ്ലിം താമസ കേന്ദ്രങ്ങളും മോസ്കുകളും ശവക്കല്ലറുകളും ഉണ്ടായിരുന്നു. ധാരാളം ആരാധന കേന്ദ്രങ്ങളും ചെറിയ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ 2. ദ റോയൽ സെന്റർ, രാജകീയ കേന്ദ്രം. The royal center was located in the southwestern part of the city. It had more than 60 temples and 30 palaces. The temples were constructed entirely of masonry, while other secular buildings was made of perishable materials. The king's palace is the largest complex of the royal center. It has two most impressive platforms. One, audience hall. Second, മഹാനവമി ദിബ്ബ. രാജകീയ കേന്ദ്രം നിലനിന്നിരുന്നത് നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. ഇവിടെ 60 ക്ഷേത്രങ്ങളും 30 കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് പൂർണ്ണമായും കല്ലുകൾ കൊണ്ടായിരുന്നു. എന്നാൽ മതേതരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് നശിച്ചു പോകാവുന്ന വസ്തുക്കൾ കൊണ്ടാണ്. രാജകൊട്ടാരമാണ് രാജകീയ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയം. ഇവിടെ 2 വലിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഓഡിയൻസ് ഹാൾ, ശ്രോതാക്കളുടെ ഹാൾ. The audience hall is a high platform. It had wooden pillars at close and regular intervals. The second floor rested on these pillars. It had staircase going up to the second floor. ശ്രോതാക്കളുടെ ഹാൾ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണ്. അതിനു മുകളിൽ കൃത്യമായ അകലത്തിൽ മരം കൊണ്ടുള്ള തൂണുകൾ ഉറപ്പിച്ചിരുന്നു. 2ാം നില ഈ തൂണുകൾക്ക് മുകളിലായിരുന്നു. 2ാം നിലയിലേക്ക് പോകാനുള്ള കോണിപ്പടികൾ ഉണ്ടായിരുന്നു. മഹാനവമി ദിബ്ബ. Mahanavami Dibba is a massive platform with a base of about 11,000 square feet. It has a height of 40 feet. It had a wooden structure. Many ceremonies were performed on the occasion of Mahanavami. These include worship of image, worship of state horse, and sacrifices of buffaloes and other animals. Dances, wrestling matches, and procession of horses, elephants, chariots, and soldiers. On the last day of festival, the king inspected his army and armies of the Nayagas. The Nayagas brought rich gift and tribute for the king. മഹാനവമി ദിബ്ബ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിന് 11,000 ചതുരശ്ര അടി തറ വിസ്തീർണം ഉണ്ട്. 40 അടി ഉയരവുമുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന് മുകളിൽ മരം കൊണ്ടുള്ള നിർമ്മിതി ഉണ്ടായിരുന്നു. മഹാനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് പല ചടങ്ങുകളും മഹാനവമി ദിബ്ബയിൽ വെച്ച് നടന്നിരുന്നു. വിഗ്രഹപൂജ, രാജകീയ കുതിരയെ ആരാധിക്കൽ, മൃഗബലി, നൃത്തങ്ങൾ, ഗുസ്തി, കുതിര, ആന, രഥം, സൈനികരുടെ ഘോഷയാത്രകൾ. ഉത്സവത്തിൻ്റെ അവസാന ദിവസം രാജാവ് തൻ്റെ സൈന്യത്തെയും
നായകന്മാരുടെ സൈന്യത്തെയും പരിശോധിക്കുന്നു. നായകന്മാർ രാജാവിന് സമ്മാനങ്ങളും കപ്പവും നൽകും. ലോട്ടസ് മാൾ, one of the most beautiful buildings in the royal center. According to Mackenzie, it may have been a council chamber, a place where the king met his advisors. രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായ കെട്ടിടമാണ് ലോട്ടസ് മഹൽ. മെക്കൻസി പറയുന്നത് ഇതൊരു കൗൺസിൽ ചേംബർ ആയിരിക്കാം എന്നാണ്. രാജാവ് തൻ്റെ മന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത് ഇവിടെ വെച്ചായിരിക്കാം. ഹസാര രാമസ്വാമി ടെമ്പിൾ, one of the most beautiful temple. This temple was most probably used only by the king and his family. രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായ ക്ഷേത്രമാണ് ഹസാര രാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം രാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മാത്രം ഉപയോഗിച്ചതായിരിക്കാം. ഫോക്കസ് ഏരിയ 3. The Sacred Center, പരിശുദ്ധ കേന്ദ്രം. The northern end of the city is situated on the banks of river Tungabhadra. It was a rocky and hilly area. This area associated with several sacred traditions. Hence, it is called the Sacred Center. Temple building was encouraged by rulers as a means of attaining divinity. Temples functioned as center of learning. Rulers granted land and other resources to the temple. വിജയനഗരത്തിൻ്റെ വടക്കു ഭാഗം അവസാനിക്കുന്നത് തുംഗഭദ്ര നദീതീരത്താണ്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻ പ്രദേശമാണിത്. ഈ പ്രദേശം ധാരാളം പരിശുദ്ധ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. രാജാക്കന്മാർ ദിവ്യത്വം അവകാശപ്പെടാനായി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു. ക്ഷേത്രങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ഭരണാധികാരികൾ ഭൂമിയും സമ്പത്തും ക്ഷേത്രങ്ങൾക്ക് നൽകിയിരുന്നു. Vijayanagar selected as capital city due to the existence of the shrines of Virupaksha and Pamba Devi. Vijayanagara king claimed to rule on the behalf of the god Virupaksha. All royal orders were signed Sri Virupaksha. They used the title Hindu Suratrana. It means Hindu Sultan. വിജയനഗരത്തെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കാൻ കാരണം വിരൂപാക്ഷൻ്റെയും പമ്പാദേവിയുടെയും ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമാണ്. വിരൂപാക്ഷ ദേവന്റെ പേരിലാണ് തങ്ങൾ ഭരണം നടത്തുന്നതെന്ന് വിജയനഗര രാജാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത്. എല്ലാ രാജകീയ ഉത്തരവുകളും ശ്രീ വിരൂപാക്ഷ എന്ന കയ്യൊപ്പോടു കൂടിയാണ് പുറത്തിറക്കിയിരുന്നത്. വിജയനഗര രാജാക്കന്മാർ ഹിന്ദു സൂത്രാണ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു. ഇതിനർത്ഥം ഹിന്ദു സുൽത്താൻ എന്നായിരുന്നു. ഗോപുരം ആൻഡ് മണ്ഡപാസ്. Gopurams are the gateways of the temples. As they were constructed by the Vijayanagara rulers, they were called Raya Gopurams. The Vijayanagara also built mandabas or pavilion and long pillared corridors. ക്ഷേത്ര കവാടങ്ങളെയാണ് ഗോപുരങ്ങൾ എന്നു പറയുന്നത്. ഇവ നിർമ്മിച്ചത് വിജയനഗര ഭരണാധികാരികളാണ്. അതുകൊണ്ട് അവയെ രായഗോപുരങ്ങൾ എന്ന് വിളിക്കുന്നു. വിജയനഗര ഭരണാധികാരികൾ മണ്ഡപങ്ങളും നിർമ്മിച്ചിരുന്നു. നീളമുള്ള തൂണുകളോട് കൂടിയ ഇടനാഴികളും നിർമ്മിച്ചിരുന്നു. The Virupaksha temple was built over centuries. There is a hall in front of the main shrine. It was built by Krishna Devaraya.
Krishnadeva also constructed the eastern Gopuram. Several halls were built in the temple complex. They were used for variety of purposes. For example, music, dance, drama, etc. The most remarkable shrine of Vijayanagara is Vitala Swami temple. Vitala is a form of Vishnu. The Vitala Swami temple has several halls. It has unique shrine design as a chariot. A salient feature of the temple complex is the chariot street. The street extended from the temple Gopuram in a straight line. വിരൂപാക്ഷ ക്ഷേത്ര നിർമ്മാണത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആദ്യ നിർമ്മാണം നടന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. പ്രധാന ദേവാലയത്തിന് മുൻവശത്ത് ഒരു ഹാൾ നിർമ്മിച്ചത് കൃഷ്ണദേവരായർ ആണ്. കിഴക്കേ ഗോപുരവും നിർമ്മിച്ചത് കൃഷ്ണദേവരായർ ആണ്. ക്ഷേത്ര സമുച്ചയത്തിൽ ധാരാളം ഹാളുകൾ നിർമ്മിച്ചിരുന്നു. അവ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഉദാഹരണത്തിന് സംഗീതം, നൃത്തം, നാടകം എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. വിജയനഗരത്തിലെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ് വിട്ടലസ്വാമി ക്ഷേത്രം. ശിവന്റെ രൂപമാണ്. ഈ ക്ഷേത്രത്തിന് ധാരാളം ഹാളുകൾ ഉണ്ടായിരുന്നു. വിട്ടല ക്ഷേത്രത്തിൽ രഥത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട്. ഇതൊരു അതുല്യ നിർമ്മിതിയാണ്. ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പ്രത്യേകതയാണ് രഥത്തെരുവുകൾ. ക്ഷേത്ര ഗോപുരം മുതൽ ഒരു നേർപാതയായി ഇവ നീണ്ടു കിടക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. വീണ്ടും കാണാം.